നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ കർശന നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ്. ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ഭയത്താൽ പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുകയാണ്. ഏപ്രിൽ 24-25 തീയതികളിൽ കറാച്ചി തീരത്ത് കരയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈൽ പരീക്ഷണം നടത്തുമെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരുന്നത്. ഇത് പാകിസ്ഥാൻ നടത്തുകയായിരുന്നു. അതേസമയം പാകിസ്ഥാന്റെ ഈ നടപടി കണ്ട് പിന്നോട്ട് പോകാനൊന്നും ഇന്ത്യയില്ല. മിസൈൽ എങ്കിൽ മിസൈൽ, അതാണ് ഇന്ത്യയുടെ ഒരു ലൈൻ. പാകിസ്ഥാനിൽ നിന്നുള്ള ഏതു തരം ആക്രമണത്തെയും നേരിടാൻ ഇന്ത്യ സജ്ജമായി കഴിഞ്ഞു. ഇന്ത്യൻ നേവിയുടെ കപ്പലായ INS സൂറത്തിൽ നിന്നും ഇന്ത്യ മിസൈൽ പരീക്ഷണം നടത്തി. കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണം നടത്തുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയായിരുന്നു ഇന്ത്യയുടെ പരീക്ഷണം. ഭീകരാക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചും ഭീകരർക്ക് മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. ബീഹാറിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനത്തിനും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും എത്തിയപ്പോഴായിരുന്നു പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ്. രാജ്യത്തിന്റെ ശത്രുക്കൾ ഇന്ത്യയുടെ ആത്മാവിനുമേൽ ആക്രമണം നടത്തി. അങ്ങനെ ചെയ്തവർക്ക് അവരുടെ സങ്കല്പത്തിലുള്ളതിനേക്കാൾ വലിയ ശിക്ഷ നൽകും. 140 കോടി ജനങ്ങളുടെ ഇച്ഛാശക്തി ഭീകരവാദികളുടെ ആത്മവിശ്വാസം തകർക്കും. ഭാരതത്തിന്റെ ആത്മാവിനുമേലുള്ള ആക്രമണമാണിത്. ഇന്ത്യ അവരെ കണ്ടെത്തി ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതിനായി എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും വികസനത്തിന് ശാന്തിയും സമാധാനവുമാണ് ആവശ്യം. ഇന്ത്യ അതാണ് ആഗ്രഹിക്കുന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് തെളിഞ്ഞുവെന്നതിന് പിന്നാലെയാണ് എല്ലാ ബന്ധങ്ങൾ കൂടി അവസാനിപ്പിക്കുകയാണ് ഇന്ത്യ. അട്ടാരി അതിർത്തിയിലെ പ്രതിദിന ബീറ്റിംഗ് ദി റിട്രീറ്റ് നിർത്തിവെക്കുമെന്നാണ് റിപ്പോർട്ട്. അട്ടാരി വാഗ അതിർത്തി അടയ്ക്കുവാനുള്ള തീരുമാനത്തിന് പിന്നാലെയാണ് ഈ നീക്കം. പാക് സർക്കാരിന്റെ എക്സ് അക്കൗണ്ടിനും ഇന്ത്യ വിലക്കേർപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യമനുസരിച്ചുള്ളതാണ് എക്സിന്റെ നടപടി. ഗവൺമെന്റ് ഓഫ് പാകിസ്ഥാൻ എന്ന ടാഗിലുള്ള എല്ലാ അക്കൗണ്ടുകൾക്കും ഇന്ത്യയിൽ വിലക്കുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ തുടങ്ങി നിരവധി നടപടികൾ കൈക്കൊണ്ട ശേഷമാണ് എക്സ് അക്കൗണ്ടും കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചത്. സിന്ധു നദീജല കരാർ റദ്ദാക്കിയതടക്കം കടുത്ത നടപടികളാണ് കേന്ദ്ര സർക്കാർ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചത്. പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള വിസ നടപടികളും ഇന്ത്യ മരവിപ്പിച്ചു. വാഗ അട്ട അതിർത്തി അടിയന്തരമായി തന്നെ അടച്ചു. വാഗ അട്ടാരി വഴി വന്ന പാക് പൗരന്മാർ മെയ് 1 ഇന്ത്യ വിടണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സാർക്ക് വിസ വഴി വന്നവർക്ക് 48 മണിക്കൂറിനകം ഇന്ത്യ വിടണം. പാക് പൗരന്മാർക്ക് ഇനി മുതൽ വിസ നൽകില്ലെന്നും നിലവിലെ വിസകളെല്ലാം റദ്ദാക്കും. പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി പാക് ഹൈക്കമ്മീഷൻ അംഗസംഖ്യ 30 കുറയ്ക്കുവാനും തീരുമാനമെടുത്തു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.